ഹായ് പാർപ്പടിയുടെ കുഞ്ഞു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും സുഖമാണ്. അപ്പോൾ ഇന്നത്തെ ദിവസം നല്ല മഴയാട്ടോ. അപ്പോൾ ഇന്നത്തെ ദിവസം മഴ തോർന്നിട്ടില്ല, അതേപോലെ മഴ പെയ്യേണ്ടത്. കാലത്ത് തന്നെ എഴുന്നേറ്റപ്പോൾ മക്കൾക്ക് പാലിൻ്റെ കാപ്പി മതി എന്ന് പറഞ്ഞു. അപ്പോൾ ചിലപ്പോൾ ഒരു പാലും വെള്ളം മതി എന്ന് പറയും, ചിലപ്പോൾ കട്ടൻ മതി എന്ന് പറയും. അപ്പോൾ ഇന്ന് പാൽ കാപ്പി മതി എന്ന് പറഞ്ഞു. അപ്പോൾ ഇന്ന് പാൽ കാപ്പി ഉണ്ടാക്കി അങ്ങനെ ഉഴുന്നോടെ വെക്കട്ടെ. അപ്പോൾ ഉഴുന്നോടെയൊക്കെ കഴിച്ചതിന് ശേഷം പിന്നെ ഭക്ഷണം വയ്ക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ കുഞ്ഞുസ് പറഞ്ഞു അമ്മയെന്ന് കുഴിമന്തി വെച്ചാലോ എന്ന്. അപ്പോൾ എനിക്കും തോന്നി അമ്മയെ മനസ്സിലൊരു ലഡു പൊട്ടി, എൻ്റെ മനസ്സിലും ലഡു പൊട്ടിയിട്ട് വേറെ ഒന്നുമില്ല. കുഴിമന്തി വെക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ രാത്രി വരെയുള്ള പണിയോട് കഴിഞ്ഞു. അപ്പോൾ ഞാൻ വേഗം ചെയ്തിട്ട് റൈസ് എടുത്തിട്ട് വെള്ളത്തിലിടാമെന്ന് വിചാരിച്ചു കേട്ടോ. പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ നല്ല മഴയാണ്, നല്ല കാറ്റ് മഴയാട്ടോ. അങ്ങനെ ഞാൻ വേഗം ഒരു പാത്രം എടുത്ത് ചിക്കൻ ക്യൂബാണ് മെയിനായിട്ട് വേണ്ടത് കുഴിമന്തി ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ ഞാൻ വേഗം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വെള്ളം തിളപ്പിക്കാൻ പറ്റിയ അടുപ്പുമ്പോൾ ഞാൻ വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ട് പിന്നെ വെള്ളം തിളച്ചേക്ക് 2-3 ചിക്കൻ ക്യൂബ് എടുത്തിട്ട് പിന്നെ അരി വേവിക്കാനായിട്ട് ഇടും. അരി ഒരു മുക്കാൽ വേവാവണോട് കൂടി, അല്ലെങ്കിൽ മുഴുവൻ വേവാൻ പാടില്ല, അതോട് കൂടിയിട്ട് അതെടുത്തിട്ട് ഒരു മൂടിക വെച്ചിട്ട് ഞാൻ ഊറ്റിയെടുക്കാറ് പതിവിട്ട. അങ്ങനെ ഞാൻ ഒരു പകുതി മുക്കാൽ വേവായപ്പോൾ മുഴുവൻ വേവാൻ പാടില്ല, മാക്സിമം ഒരു പകുതി വേവാവണോട് കൂടിയിട്ട് അത് ഊറ്റിയെടുക്കാം. പിന്നെ അതിന് വേണ്ടിയിട്ടുള്ള ചമ്മന്തി അരയ്ക്കുന്നതാണ് കേട്ടോ കാണുന്നത്. തക്കാളി, സബോള, പിന്നെ മുളകും പൊടി, പിന്നെ നല്ല ജീരകം ഇട്ടിട്ട് ഉപ്പ് ഉപ്പ് ഇട്ടിട്ട് ഞാൻ അരച്ചെടുക്കാറുണ്ട് കേട്ടോ ഒരു ചമ്മന്തി കുഴിമന്തിക്ക്. പിന്നെ ഞാൻ ഇറച്ചി തയ്യാറാക്കാനായിട്ട് ചിക്കൻ ആദ്യം കഴുകിയിട്ട് കുറച്ച് ഉപ്പ് തിരുമ്പി വെച്ചിട്ടുണ്ടായിരുന്നു. അതിലേക്ക് ഒരു പിടി മല്ലിയും പുതിനയും, പിന്നെ ക്യാപ്സിക്കം, സബോള കുരുര അരിഞ്ഞത്, പിന്നെ ക്യാപ്സിക്കം ചെറുതായിട്ട് അരിഞ്ഞത്, പിന്നെ ജീരകം ചതച്ചത് 1 ടീസ്പൂൺ, പിന്നെ കുരുമുളക് പൊടി, സോയാ സോസ്, പിന്നെ ഇത്തിരി ഓയിലും ഒഴിച്ച് തിരുമ്പിയിട്ട് ചെറിയ ഫ്ലെയിമിൽ ചിക്കൻ വേവിക്കും കേട്ടോ. ആ ചിക്കൻ വെന്ത് മുഴുവൻ വേവണ്ട, അതിൻ്റെ പിന്നെ വെള്ളം ഒഴിക്കാൻ പാടില്ല, അതിൽ തന്നെ വെള്ളം വരുമല്ലോ ചിക്കനിൽ. ചിക്കൻ മുഴുവൻ വേവാൻ പാടില്ല. അതിനേക്കാൾ മുമ്പായിട്ട് ഈ അര വേവായിട്ടുള്ള അരി ഇതിലേക്ക് ഇടാം. പിന്നെ നമ്മൾ ഉപയോഗിക്കാത്ത ഒരു ദോശത്തട്ട എന്തെങ്കിലും ഇടുന്ന അടിയിൽ ഇത്തിരി കട്ടിയായിട്ട് വെച്ചതിന് ശേഷം ഈ ചിക്കൻ്റെ നോൺ സ്റ്റിക് പാത്രം എടുത്ത് വയ്ക്കുക. അതേപോലെ തന്നെ ഈ പകുതി വേവായിട്ടുള്ള റൈസും കൂടി എടുത്ത് വയ്ക്കുക. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ഇത്തിരി കട്ടിയിലായിട്ട് വെള്ളത്തിൽ കലക്കിയിട്ട് അത് ഓരോ കുഴി കുത്തിയിട്ട് അതിലേക്ക് വയ്ക്കുക. പിന്നെ പച്ചമുളക് വയ്ക്കുക. പിന്നെ ഒരു ചിരട്ട കത്തിച്ചിട്ട് ഒരു സ്റ്റീലിൻ്റെ പാത്രത്തിൽ ആ ചിരട്ടയും വെച്ചിട്ട് അതിൽ ഇത്തിരി ഓയിൽ വെളിച്ചെണ്ണ എങ്ങാനും തൂവുക, എന്നിട്ട് മൂടി വയ്ക്കുക. ഒരു 15-20 മിനിറ്റ് അങ്ങനെ ലോ ഫ്ലെയിമിൽ വയ്ക്കുക. അപ്പോൾ നമ്മുടെ കുഴിമന്തി റൈസ് റെഡി ആവും. അപ്പോൾ ഞാൻ കുഞ്ഞിനെ വിളിക്കുന്നതേ കാണുന്നത്. കുഞ്ഞിനെ വിളിക്കുമ്പോൾ കുഞ്ഞ് സന്തോഷമായിട്ട് വരുന്നതായിട്ട് കാണുന്നത് കുഴിമന്തി റെഡി എന്ന് പറഞ്ഞപ്പോൾ. അപ്പോൾ ഞങ്ങൾ ഭക്ഷണം കഴിക്കാനൊക്കെ ഇരുന്നു. അപ്പോൾ മമ്മി പറയായിരുന്നു കുറച്ച് അണ്ടിപ്പരിപ്പും പിന്നെ സബോളയൊക്കെ വറുത്തിട്ട് നല്ലതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു പണി എളുപ്പമാവാൻ വേണ്ടിയിട്ട് കുഴിമന്തി ഉണ്ടാക്കിയപ്പോൾ ഞാൻ എന്തായാലും ഞാൻ വറുത്ത് വരില്ല മമ്മിയുടെ അടുത്ത് പറയായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നെ മമ്മിക്കായാലും റൈസ് ഇഷ്ടമായിട്ട് അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടി ഇരുന്നിട്ട് വർത്താനം പറഞ്ഞിരുന്നിട്ട് ഈ റൈസൊക്കെ കഴിച്ചു. അപ്പോൾ അത്രയ്ക്കുള്ള വിശേഷം. ഓക്കെ, ബൈ.